ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് എന്നോട് ചോദിച്ചത് ഈ PNS ജോബ് എന്താണ്, അതിൻ്റെ വർക്ക് അറ്റ്മോസ്ഫിയർ എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും പോലെ ഇവിടെ വരുന്നതിന് മുമ്പ് എനിക്ക് ഒത്തിരി ഡൗട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഏജൻസി പറഞ്ഞ പോലെ വളരെ ഒരു ടെൻഷൻ ഫ്രീ ആയിട്ടാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. നല്ലൊരു സാലറി സ്കെയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഖത്തറിൽ ഞാൻ ലാസ്റ്റ് August 5 വന്നത്. ഇവിടെ വന്നതും ക്ലാസ്സസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കോമ്പിറ്റൻസി ഉണ്ടായിരുന്നത്. കോമ്പിറ്റൻസി എക്സാം കഴിഞ്ഞ ഒരു 1 വീക്ക് ആയപ്പോഴേക്കും എനിക്കൊരു പേഷ്യനെ കിട്ടി. ഹമാദ് പേഷ്യൻ്റാണ് നമുക്ക് അലൊക്കേറ്റ് ചെയ്യുന്നത്. ഹമാദ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. പിന്നെ നമുക്ക് എപ്പോഴും ഒരു ഫോക്കൽ പേഴ്സൺ, സൂപ്പർവൈസർ, ഒരു ക്വാളിറ്റി നേഴ്സ് എന്നിവർ നമ്മൾ എല്ലാ ആഴ്ചയും വന്ന് ഇൻസ്പെക്ട് ചെയ്യുന്നതായിരിക്കും. നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ അവരെ അപ്രോച്ച് ചെയ്താൽ മതി. HMC പ്രോജക്റ്റിലായതുകൊണ്ട് തന്നെ വളരെ സേഫ് ആയിട്ടുള്ള ഒരു വർക്ക് എൻവിറോൺമെൻറ്റിലാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരുന്നത്. പിന്നെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് നമുക്ക് സ്റ്റാഫ് നഴ്സ് ഡ്യൂട്ടി മാത്രമേ ചെയ്യേണ്ടി വരിക. അതുപോലെ നമ്മുടെ സ്റ്റേ എന്ന് വെച്ചാൽ എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്ന അക്കോമഡേഷൻ ആയിരിക്കും. ട്രാൻസ്പോർട്ടേഷൻ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നത്. പിന്നെ 12 hours ഡ്യൂട്ടി ഡേ ആയിരിക്കാം, നൈറ്റ് ആയിരിക്കാം. ഹോസ്പിറ്റലിലുള്ള പോലെ അത്ര വർക്ക് ലോഡ് ഇല്ല. പിന്നെ നല്ലൊരു സാലറി ആയതുകൊണ്ട് തന്നെ ഈ നമുക്കിവിടെ 2 years വർക്ക് ചെയ്യാമെങ്കിൽ പോലും നല്ലൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 40 to 42 years ഉള്ളവർക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ജെന്യൂനായി കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു ലൈസൻസ്ഡ് ഏജൻസിയെ തന്നെ ചൂസ് ചെയ്യുക. പിന്നെ എൻ്റെ ഡേറ്റ ഫ്ലോ, പ്രോമെട്രിക് ഒക്കെ ചെയ്തു തന്നെ എനിക്ക് കോട്ടയം സിഗ്നേച്ചർ വർക്ക് അബ്രോഡാണ്. നല്ലൊരു ഏജൻസി ആയിരുന്നു. അപ്പോൾ കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ തരുന്നുണ്ട്. ആവശ്യമുള്ളവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഹാപ്പി ഡേ.